Bromance. Writer, director അരുൺ ഡി ജോസ്. അരുൺ ഡി ജോസിൻ്റെ കൂടെ തന്നെ രവീഷ്, അതുപോലെ തന്നെ തോമസ് പി സെബാസ്റ്റ്യൻ എന്നിവരൊക്കെ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജോൻ ജോ, അതുപോലെ തന്നെ 18+. അതിനുശേഷം ആക്ച്വലി അരുൺ ഡി ജോസ് ചെയ്യുന്ന ഫിലിമാണ് ബ്രോമാൻസ്, സ്റ്റാറിംഗ് അർജുൻ അശോകൻ, ശ്യാം മോഹൻ, മഹിമ നമ്പ്യാർ, അതുപോലെ തന്നെ ബിനു പപ്പു, മാത്യു, സംഗീത് പ്രതാപ്, അതുപോലെ തന്നെ കലാഭവൻ ഷാജോൺ. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ഈ സിനിമേൻ്റെ അകത്ത്. ഒരു 1-2 ദിവസത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ട്രാവൽ പോലത്തുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ബ്രോമാൻസ് എന്ന് പറയുന്നത്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്ന സിനിമകൾ എപ്പോഴും കാണാൻ ഒരു രസമുള്ള ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്കൊരു ത്രില്ലറിൻ്റെ അതിപ്രസരവും അതുപോലെ തന്നെ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള എഡ്ജി ഡാർക്ക് പടങ്ങളുടെ ഒരു അതിപ്രസരവും കാരണം ഒരു ത്രില്ലർ അല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ശ്രേണിയിലുള്ള ഒരു സിനിമ വരുന്ന സമയത്ത് എപ്പോഴും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ആ ഒരു തരത്തിലുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ബ്രോമാൻസ് എന്ന് പറയുന്നത്. ചെറിയൊരു ത്രെഡിൽ എന്താ പറയുക, ഈ മാത്യുവിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ശ്യാം മോഹൻ്റെ ഒക്കെ ഒരു ചെറിയ കോമഡിയും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ചെറിയ ഗിവ് ആൻഡ് ടേക്ക് പരിപാടികളൊക്കെ ആയിട്ടാണ് ആക്ച്വലി ഈ ബ്രോമാൻസ് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഗോവിന്ദ് വസന്തയാണ്. ഇതിൻ്റെ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ജെൻസി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് വരുന്നുണ്ട്. നമ്മുടെ 18+ൽ ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് വരുന്ന പാട്ടിനോട് സാമ്യമുള്ളൊരു പാട്ട് തന്നെയാണ്. പക്ഷേ ആ ഒരു പാട്ടിൽ തന്നെ ആക്ച്വലി ഈ മൂവി ഇങ്ങനെയുള്ളൊരു മൂവിയാണെന്ന് ആക്ച്വലി നമുക്ക് മുമ്പിലേക്ക് തുറന്നു വെക്കുന്നുണ്ട് ആക്ച്വലി അരുൺ ഡി ജോസ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആക്ച്വലി ഒരു ഫുൾ ഫ്ലെഡ്ജ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ മാത്രം സമീപിക്കാൻ പറ്റിയ സിനിമയായിട്ട് തന്നെയാണ് ആക്ച്വലി ബ്രോമാൻസ് പോകുന്നത്. ആക്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് മാത്യു ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ബ്രോമാൻസ് എന്ന് തോന്നിയിട്ടു. കാരണം കുറച്ചും കൂടി സട്ടിലായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു പാവം പിടിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലാതെ കുറച്ച് എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മാത്യു ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫിലിമായിട്ട് ആക്ച്വലി നമ്മുടെ ബ്രോമാൻസ് ഫീൽ ചെയ്തു. ഈ ഫസ്റ്റ് ഹാഫിലുള്ള സമയത്തൊക്കെ പുള്ളിക്കാരനെ ക്യാരക്ടറിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ആ ഇനീഷ്യൽ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു എക്സ്ട്രോവേർട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ ഭയങ്കര ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറൊക്കെ പുള്ളി പോർട്രേ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു അരോചകം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇൻഎക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞൊരു എക്സ്ട്രീം വേർഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്ട്രീം വേർഷനിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ഇറിറ്റേഷൻ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്മച്യൂരിറ്റി ആകാം, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ഈ എക്സ്ട്രീമിസം ആണ് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടായിരിക്കാം. ശ്യാം മോഹൻ ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്തത്, പക്ഷേ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ശ്യാം മോഹൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക ഒരു ഏട്ടൻ അനിയൻ റിലേഷൻഷിപ്പ് പ്ലസ് ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഒരു ട്രാവൽ എന്നുള്ള പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ കണ്ടു പോകാനുള്ള ഭയങ്കര രസമുള്ള ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കോമിക്കും നമ്മുടെ പണ്ട് പ്രിയദർശനൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു കോമിക്കും അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലുള്ള സിനിമയാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി അങ്ങനത്തെ സിനിമകൾ ഭയങ്കരമായിട്ട് വർക്ക് ആവും എപ്പോഴും. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ പോലെ അതായത് ഇൻറ്റൻഷണൽ കോമഡി ചെയ്യുക, ഭയങ്കരമായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ലോജിക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ വരുന്ന ജോണറുള്ള സിനിമകൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബ്രോമാൻസും എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. വർക്കായി എന്ന് ഞാൻ പറയുമ്പോഴും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം കംപ്ലീറ്റ്ലി കോമഡി ആയിട്ട് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനും ചിരിപ്പിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലുള്ള. അത് സീൻ ബൈ സീൻ ആയി കഴിഞ്ഞാലും കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു മേജർ പോർഷൻസ് ക്രക്സ് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാങ്ങുമായിട്ട് നമ്മൾ സെറ്റായി. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ ചെയ്യുന്നതൊക്കെ നമുക്ക് ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ സംഗീതിൻ്റെ ഹരിഹരസുധ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പുള്ളി നല്ല സൂപ്പറായിട്ട് ഭയങ്കര രസമായിട്ട് അത് ആക്ച്വലി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പേടിക്കലും അതുപോലെ തന്നെ വന്നിട്ട് ചെറിയ ന്യൂവാൻസസ് ഒക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കാട്ടും തലതൊട്ടപ്പനായിട്ട് നിൽക്കുന്ന കലാഭവൻ ഷാജോൺ. കാരണം ഇവരൊക്കെ വന്നിട്ട് ചത്ത് കിടന്നിട്ട് നമ്മളെ ചിരിപ്പിക്കുന്ന പോലെയാണെങ്കിൽ ഷാജോൺ ഒരു ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു മുഖത്തിൻ്റെ വ്യത്യാസത്തിലൊക്കെ വന്നിട്ട് നമ്മളെ ചിരിപ്പിക്കും. അപ്പോൾ അത് പ്യുവർ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്യു വന്നിട്ടൊരു ക്യാരക്ടർ എന്നുള്ള പെർസ്പെക്റ്റീവിൽ കോമഡി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വളരെ നന്നായിട്ട് ചെയ്യുന്നത്. അർജുൻ അശോകൻ അതുപോലെ തന്നെ വന്നിട്ട് ഒരു പുള്ളിക്കാരൻ്റെ ഒരു മാനറിസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. മഹിമ നമ്പ്യാർ ഭയങ്കരമായിട്ട് രസമുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് സ്ലാങ് ഇടയ്ക്കിടയ്ക്ക് വരും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് എക്സ്ട്രീം കോമഡി, അത് കോമഡി ചെയ്യാൻ പറ്റുന്ന ഇപ്പം മമത ആയി കഴിഞ്ഞാലും അപ്പോൾ അനശ്വര ലേറ്റസ്റ്റ്ലി ഇവർക്കൊക്കെ കോമഡി വഴങ്ങുന്നുണ്ട്. അത് ലേഡീസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോഴും അത് സിനിമയോട് ബ്ലെൻഡായി വരുമ്പോൾ അത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഞാൻ ഭയങ്കര തറലി എൻജോയ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ ഈ ബ്രോമാൻസ് എന്ന സിനിമ എടുത്തത്. ഫസ്റ്റ് ഹാഫിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ സിനിമയിലേക്ക് ആൾക്കാർ പോകാനും ഒരു എക്സ്ട്രീം ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കോമഡിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് നമുക്ക് ഒന്ന് വർക്ക് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ സിനിമ ഒരു ട്രാക്കിലേക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്തു. കൂർഗ് സൈഡ് കന്നഡ ആ ടൈപ്പ് ആൾക്കാരൊക്കെ ഉണ്ട്, കുറച്ച് ആൾക്കാരും പരിപാടികളൊക്കെ ആയിട്ട് ഇതിനകത്തുണ്ട്. പാട്ടുകളൊക്കെ വളരെ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ വരുന്ന സമയത്തുള്ള ഒരു പാട്ടൊക്കെ വളരെ ഗംഭീരമായിട്ട്, ക്ലൈമാക്സ് ഒക്കെ വെച്ചാൽ പ്രോപ്പർ നമ്മുടെ വെട്ടം മൂഡ് ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്നിട്ട് വളരെ നന്നായിട്ട് ആക്ച്വലി ADJ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന ഫിലിം എഡിറ്റർ എന്ന് വെച്ചാൽ ചമൻ ചാക്കോ ആണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി അഖിൽ ജോർജ് ആണ്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റിഗ്സും പരിപാടിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ആക്ച്വലി ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും ഓൺ ടു ദ പോയിന്റ് ആയിട്ട് നിന്നു. ശരിക്കും പറഞ്ഞാൽ പടത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ ആ ക്ലൈമാക്സ് വരെയുള്ള പോർഷനാണ് ശരിക്കും ഒരു ഫൺ റൈഡ് പോയ പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതിനൊരു ആവറേജ് അഭിപ്രായം വന്നിട്ട് എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള സമയത്ത് ഭയങ്കര രസമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ, എല്ലാവർക്കും പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ. ഒരു എക്സ്ട്രീം ജാനമൻ വൈബിലേക്കൊക്കെ എത്തിയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ്. ഇപ്പം അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നത്. ഒരു ഹൈ ഒക്ടൈൻ എൻ്റർടൈനേഴ്സ് ഒക്കെ വന്നിട്ട് വളരെ കുറവാണ് ആക്ച്വലി മലയാളത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവിൽ അങ്ങനെയുള്ളൊരു ശ്രേണിയിൽ ചിന്തിക്കുന്ന സമയത്ത് ബ്രോമാൻസ് വന്നിട്ട് വളരെ നന്നായിട്ട് ആക്ച്വലി എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു സിനിമയാണ് ഫസ്റ്റ് ഹാഫ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. സോ ഇതൊക്കെയാണ് ആക്ച്വലി ബ്രോമാൻസിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ടേക്ക്. സോ ബ്രോമാൻസസ് വൺ ഗുഡ് വാച്ചബിൾ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന കോമഡി സിനിമകൾ കാണാൻ ആഗ്രഹമുള്ള ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അതിൻ്റെ സംഭവിക്കുന്ന കോമഡിയും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന സിനിമയാണ് ആക്ച്വലി ബ്രോമാൻസ് ഉണ്ട്. സോ ഡു വാച്ച് ബ്രോമാൻസ് ഇനി.